അതാ ഞാൻ കഥ പറയട്ടെ Yes. മക്കളെ 3 സിനിമയുടെ കഥ ഒരുമിച്ച് ചേർത്തുള്ള കഥയാണ്. എന്നാ പിടിച്ചോ. കുട്ടനാട്ടിൽ ഒരു ഹൗസ് ബോട്ട് സ്വന്തമായിട്ടുണ്ടായിരുന്നു ഗോപന്. ആ വരുമാനം കൊണ്ടാണ് അമ്മയും 3 ചേട്ടന്മാരുമുള്ള ആ കുടുംബം അവൻ നോക്കിയിരുന്നത്. മദ്യപാനികളും ഗുണ്ടകളുമായ ചേട്ടന്മാർ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾക്ക് പകരമായി അടി വാങ്ങുന്നത് ഗോപനായിരുന്നു. അടുത്ത സാമ്പത്തിക പ്രശ്നങ്ങളാൽ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ അവൻ വളരെയധികം കഷ്ടപ്പെട്ടുകൊണ്ടിരുന്നു. അപ്പോഴാണ് അയാളെ തേടി രാധികയുടെ കത്തുകൾ എത്തുന്നത്. കത്തുകളിലൂടെ അവർ പ്രണയിക്കാൻ തുടങ്ങി. രാധികയ്ക്ക് അവൻ അവളുടെ ഗോപേട്ടനായി മാറി. അവളുടെ ഇഷ്ടത്തിനായി സ്വന്തം മീശ വരെ ഗോപേട്ടൻ ഉപേക്ഷിച്ചു. എന്നാൽ രാധികയുടെ പേരിൽ കത്തയച്ചിരുന്നത് തൻ്റെ കൂട്ടുകാരനാണെന്നും അവൻ തന്നെ പറ്റിച്ചതാണെന്നുള്ള സത്യം അവൻ മനസ്സിലാക്കിയിരുന്നു. എല്ലാം അവസാനിപ്പിച്ച് തിരിച്ചിറങ്ങുന്ന ഗോപാലകൃഷ്ണൻ കയറിയ ലിഫ്റ്റ് ഓഫായിപ്പോയി. ഒരു പെൺകുട്ടിയോടൊപ്പം അതിൽ കുടുങ്ങുകയും ചെയ്തു. ഒരു രാത്രി അവൾക്ക് ലിഫ്റ്റിൽ കഴിയേണ്ടി വരുന്നു. വിശന്നു വരഞ്ഞ ആ പെൺകുട്ടിക്ക് അയാൾ സ്വാദിഷ്ടമായ വെജിറ്റബിൾ ബിരിയാണി വെച്ചു കൊടുത്തു. അവളുമായി അടുക്കുന്നു. ലിഫ്റ്റിൽ നിന്നിറങ്ങിയ ശേഷം അവളെ എങ്ങനെ വളയ്ക്കാം എന്നറിയാതെ നിന്ന അവന് അവൻ്റെ ആശാൻ ഒരു പാട്ടിലൂടെ ഐഡിയ പറഞ്ഞു കൊടുക്കുന്നു. മുണുക്ക് പെൺകുണിയേ മുണുക്ക് വിദ്യകളാൽ മാടപ്രാപിറ പോലെ കരുത്തിലാക്കണം. മുണുക്കു പെൺമണിയേ മുണുക്കു വിദ്യകളാൽ മാടപ്രാപിട പോലെ കുരുക്കിലാക്കണം. കഥ നല്ല കഥ അല്ലേ? 3 സിനിമ 3 സിനിമകളുണ്ട്.